സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് നേതാക്കളുടെ യോഗം ദില്ലിയിൽ തുടങ്ങിയിട്ടുണ്ട്. SIR നടപ്പാക്കുന്ന 12 സംസ്ഥാനങ്ങളിലെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. കേരളത്തിൽ നിന്ന് PC വിശ്വനാഥും TN പ്രതാപനും യോഗത്തിൽ പങ്കെടുക്കുന്നു. SIR-നെതിരെ സമരപരിപാടികൾ ആലോചിക്കുമെന്ന് PC വിശ്വനാഥ് പറഞ്ഞു. കാരണം കേരളത്തിൽ ഇന്നലെ ഒരു BLO വർക്ക് പ്രഷർ കാരണം സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഇല്ല. പക്ഷെ കേരളത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷന്റെ പോളിംഗ് ആദ്യം നടക്കുന്നത് 9-നാണ്. 4-ാം തീയതി കൊണ്ട് ഈ എനോമറേഷൻ ഫോമിന്റെ ഡിസ്ട്രിബ്യൂഷനും കളക്ഷനും തീരുകയാണ്. BLOമാര് മുഴുവൻ വലിയ പ്രതിഷേധത്തിലാണ്. ഇന്നലെ സംസ്ഥാനത്തെ മുഴുവൻ BLOമാരും ജോലി ബഹിഷ്കരിച്ച് സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പം നമ്മൾ ഈ മീറ്റിംഗിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രൗണ്ട് ഫീഡ്ബാക്ക് അറിയാനും അതിനുശേഷമുള്ള തുടർ നടപടികൾ ആലോചിക്കാനുമാണ് ദേശീയ നേതൃത്വം ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എത്രത്തോളം തിരിച്ചടിയായി എന്നത് ബീഹാർ ഫലത്തിന് ശേഷം അവലോകനം ചെയ്തുകൊണ്ട് ഒരു സമഗ്രമായ പ്രതിഷേധത്തിലേക്ക്, രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ആലോചനയാണോ ഇപ്പോഴത്തെ യോഗത്തിൽ നടക്കുന്നത്? ആരൊക്കെ പങ്കെടുക്കുന്നു? എന്തൊക്കെയാണ് ചർച്ചയാകുന്നത്? പ്രധാനമായും 12 സംസ്ഥാനങ്ങളാണ് SIR ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ 12 സംസ്ഥാനങ്ങളിലെയും പ്രധാന നേതാക്കളെ ഇന്നത്തെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് TN പ്രതാപനും അതോടൊപ്പം PC വിശ്വനാഥുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തിരക്കുകൾ ഉള്ളതിനാൽ ഇന്നിപ്പോൾ കേരളത്തിലെ KPC അധ്യക്ഷനും പ്രതിപക്ഷതാവും പങ്കെടുക്കുന്നില്ല. പകരം TN പ്രതാപനും ഒപ്പം PC വിശ്വനാഥും പങ്കെടുക്കുന്നു. പ്രധാനമായും സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ, ആശങ്കകൾ അടക്കം ഇതിൽ ചർച്ച ചെയ്യും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതിന് പിന്നാലെ എടുക്കേണ്ട നിലപാടുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും എന്ന് അറിയാൻ കഴിയുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയാണ് ഇപ്പോൾ ഈ യോഗം ഉള്ളത്. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും, പ്രത്യേകിച്ച് ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് സംസ്ഥാന നേതാക്കളെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അവലോകനം ചെയ്യുക എന്താണ് ഇന്നത്തെ യോഗം കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല പ്രതിഷേധ പരിപാടികളും ആലോചിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് TN പ്രതാപൻ അടക്കം വ്യക്തമാക്കുന്നത് PLOമാർക്ക് ടാർഗറ്റ് കേരളത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിലുള്ളത്.